ഇന്ന് എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം എന്തോരം എളുപ്പമാണെന്ന്. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. മടിയുള്ള ദിവസങ്ങളൊക്കെ നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു റെസിപ്പിക്ക് പ്രത്യേകിച്ച് ഒരു കൂട്ടുകറിയുടെയും ആവശ്യം വരുന്നില്ല. വെജിറ്റബിൾസ് ഒക്കെ ആടാവുന്നതുകൊണ്ട് ഹെൽത്തി ഫുഡുമാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നമുക്ക് ഓൾ കൊടുക്കാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. 4ഓളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൈദയാണുള്ളതെങ്കിൽ മൈദ എടുത്താലും മതിയാകും. ബ്രെഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം. എന്നിട്ട് ഈ കാണുന്നത് പോലെ നമുക്ക് കട്ട് ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി ഈ റെസിപ്പിക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 സവാള എടുക്കുന്നുണ്ട്. ഇത് കാണുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ശേഷം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി കാണുന്നത് പോലെ തന്നെ ചെറു പീസസ് ആയിട്ട് നമുക്കിതിനെ ചോപ്പ് ചെയ്തെടുക്കാം. അതിനെയും നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ട. എന്നിട്ട് പച്ചമുളക്, ഒരു പച്ചമുളക് എടുക്കുന്നുണ്ട്. എന്നിട്ട് 3 അല്ലിയോളം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഏതെങ്കിലും വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ളത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അടുത്തതായി സ്റ്റൗവിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ വെച്ച് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ചെറു പീസായിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാകും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. നമ്മുടെ ബട്ടറൊക്കെ അലിഞ്ഞ ശേഷം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് പറ്റുന്ന രീതിക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ആ സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ബട്ടറിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. സവാള എടുക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കേണ്ടത്. അല്ലെങ്കിൽ ഗ്രേവി ഇല്ലാതായിപ്പോവും. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സവാള എടുക്കണം. ഞാൻ ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. നിങ്ങൾ വലുതാണ് എടുക്കുന്നുണ്ടെങ്കിൽ 1 സവാള മതിയാകും. ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്കിനി 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ആ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് ആ വെളുത്തുള്ളിയോടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇതിലേക്ക് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം ഒന്നും നേരത്തെ പോലെ തന്നെ മിക്സാക്കി എടുക്കണം. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞായിട്ടോ ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്ലൈസായിട്ടോ എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ക്യാപ്സിക്കൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടേതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്ത ശേഷം 1 ടീസ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ സ്പൈസിക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് എരി കൂടുതലായിരിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ പൊടികളിലേക്ക് പച്ചമണം മാറി വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ സവാള എന്ന് കുതിർക്കാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. നമ്മൾ ബ്രെഡ് ചേർത്ത് കൊടുക്കുമ്പോൾ ബ്രെഡ് ഒന്ന് ഡ്രൈ ആയി പോകാതിരിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്ന അളവിന് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഞാൻ ഇത്ര മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എടുക്കുന്ന സവാളയ്ക്കും ബ്രെഡിനനുസരിച്ചിട്ടുള്ള ഉപ്പ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത ബ്രെഡ്
ആ സവാളയിലേക്കുള്ള വെള്ളം ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന രീതിക്ക് നമുക്കൊന്ന് കുതിർത്തെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ഡ്രൈ ആയി പോകും. അവസാനമായിട്ട് നമ്മുടെ റെസിപ്പിയിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിയില ഓപ്ഷനാണ്, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. ഉള്ളവർക്ക് അത് ചേർത്ത് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അവസാനമായിട്ട് ഇതിൻ്റെ പുറത്തായിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അടിപൊളിയായിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം എന്തോരം ടേസ്റ്റാണ്. നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാനും അത്രയ്ക്കും എളുപ്പമാണ് കേട്ടോ. ബ്രെഡ് മാത്രം മതി, ബാക്കി വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. പ്രത്യേകിച്ചൊരു കൂട്ടുകറിയും ഇതിന് വേണ്ടതില്ല. സോ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആകുന്നത്. സോ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, താങ്ക് യു.